ശരിക്കും ഭക്ഷണമല്ല വില്ലൻ, ആ കഴിക്കുന്ന സ്വഭാവമാണ് വില്ലൻ. ഞാൻ പാരമ്പര്യ ഭക്ഷണം സാറ് പറഞ്ഞ പോലെ എൻ്റെ ചെറുപ്പത്തിൽ ഇടങ്ങഴിയുടെ ചോറും അതനുസരിച്ച് ബീഫും ചിക്കനും മീനും ഒക്കെ കഴിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ പറഞ്ഞ പോലെ രാവിലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ ഓർക്കണ്ട, അദ്ദേഹം വെറുതെ ഇരുന്ന് കൊറിക്കണ സാധനം കടലായിരുന്നില്ല, ബീഫ് വരട്ടിയതായിരുന്നു. പക്ഷെ രാവിലെ 4:30 എഴുന്നേറ്റ് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് രാവിലെ ഹൈറേഞ്ചിലാ അദ്ദേഹം തൂമ്പെടുത്തങ്ങ് ഇറങ്ങുക. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കാ വന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ജോലിയാ. ആ കാലഘട്ടം അല്ല ഇന്നിപ്പോ എല്ലാവരും നമ്മളൊക്കെ, എനിക്കിപ്പോ ഇന്ന് ജോലിയാ. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ പരമ്പരാഗത ഫുഡ് നല്ലതെന്ന് പറഞ്ഞ് കിട്ടില്ല. അതുപോലെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ പരമ്പരാഗത ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതൊരു ഫുൾ കോഴ്സ് മെനു ആണ്. ഒരു 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 ആ നമ്മുടെ ഓണസദ്യ, നമ്മളിപ്പോൾ സദ്യ ഉഗ്രൻ ഒരു ചോയ്സാ, ഫൈബറസ് ഫുഡൊക്കെ ഉള്ളൊരു സാധനമാണ്. പക്ഷെ അത് വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 2 തവണയായിട്ട് അത് ചുരുങ്ങിപ്പോയി. ഇപ്പം ഞങ്ങൾക്ക് ഫാമിലി ബിസിനസ് ഉണ്ട്, കാറ്ററിംഗ് ബിസിനസ് ഉണ്ട്. ഈ ഫുൾ കോഴ്സ് മെനു ഈ കാറ്ററിങ്ങിന് കല്യാണത്തിന് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവരും ഇപ്പം പരമ്പരാഗത ഫുഡിലും ഉണ്ട് ഈ ഫാസ്റ്റ് ഫുഡ്. പരിപ്പുവട പരമ്പരാഗതല്ലേ? ഞാൻ ചുട്ടെടുക്കണ പരിപ്പോട കണ്ടിട്ടുണ്ട്, എണ്ണയിൽ പൊരിച്ചെടുക്കണതല്ല, മുരിങ്ങയില ചേർത്ത് ചുട്ടെടുക്കുന്ന പരിപ്പോട എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രശസ്തനായ ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ അമ്മ, അത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഓയിലി ഫുഡ് എന്ന് പറയുന്നത് അത് ചുട്ടെടുക്കണ ദോശക്കരി ചുട്ടെടുക്കുന്ന സാധനം. അതുപോലെ ചക്കയുടെ പരമ്പരാഗത ഫുഡല്ലേ, ഇലയുടെ പരമ്പരാഗത ഫുഡല്ലേ.